യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സഹനങ്ങളിലൂടെ കടന്നുപോയി മാനവരാശിയുടെ രക്ഷ നേടിത്തന്ന യേശുവേ, സഹിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സഹനങ്ങളും പീഡകളും വേദനകളും അങ്ങയുടെ മുറിവിനോട് ചേർത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കരങ്ങളുയർത്തി അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കഷ്ടതകളെയും ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ രോഗങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ തകർച്ചകളെയും ഓർത്ത് നന്ദി പറയുന്നു. തീരാവ്യാധികളെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ പരാജയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു. ഈശോയെ, സഹനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം. യേശു അവരോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ യേശു തന്നെ പ്രവചിച്ചു പറയുകയാണ്. ജനപ്രമാണികൾ, നിയമജ്ഞരായിട്ടുള്ളവർ, പുരോഹിത പ്രമുഖന്മാരെല്ലാവരും ചേർന്ന് എന്നെ പിടികൂടും. വളരെയേറെ ഞാൻ സഹിക്കേണ്ടി വരും യേശു പറയുക. ഞാൻ തിരസ്കരിക്കപ്പെടും, ഞാൻ വധിക്കപ്പെടും, ഉയർത്തി നിൽക്കും. യേശു വളരെയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി.
സുവിശേഷം പ്രസംഗിച്ച് യേശു കടന്നു പോകുമ്പോൾ യേശുവിനെതിരെ അനേകർ പല ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്, യേശുവിനെ പരിഹസിക്കുന്നുണ്ട്. തൻ്റെ പീഡാസഹനത്തിനു മുൻപ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിനു ശേഷം ഗെത്സമൻ തോട്ടത്തിലെ രക്തം വിയർത്തുള്ള ആ നൊമ്പരത്തിൻ്റെ പ്രാർത്ഥന, അവിടെ വെച്ച് യേശു പിടിക്കപ്പെടുകയാണ്. അവിടെ പറയുന്നു, വളരെയേറെ ഞാൻ സഹിക്കേണ്ടി വരും. പിടിക്കപ്പെട്ട യേശുവിനെ അവർ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക, ശരീരമെല്ലാം അടിച്ചു മുറിവേൽപ്പിച്ചു, ശിരസിൽ മുൾമുടി അടിച്ചു, താടിരോമങ്ങൾ വലിച്ചു പറിച്ചു. അതിക്രൂരമായ ഒരു പീഡാസഹനത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ശരീരം വിട്ടുകൊടുക്കുക. നമ്മൾ ഓരോരുത്തരും ശരീരത്തിൽ ചെയ്ത പാപങ്ങൾക്ക് യേശു തൻ്റെ ശരീരം കൊണ്ട് പരിഹാരം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. മാനവരാശിയുടെ രക്ഷ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരുടെയും രക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം 129:2-3 വചനങ്ങൾ. ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു, എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാല് കീറി. ജീവിതം മുഴുവൻ ഒത്തിരിയേറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ യേശു കടന്നുപോയത്. ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ അവൻ്റെ അമ്മ? അവന് ഭ്രാന്തുണ്ട്, അവൻ ചുങ്കക്കാരുടെ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവരോടൊപ്പം ചേരുന്നു. ഇങ്ങനെയൊക്കെ ജനം വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. യേശു തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരമുള്ള ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയായി ഭൂമിയിലേക്ക് വന്ന് സഹിക്കാനും മരിക്കാനും വേണ്ടി തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അത് യേശുവിൻ്റെ മേൽ പിതാവ് തീരുമാനിച്ചിരുന്ന കാര്യമായിരുന്നു. ഞാൻ സഹിക്കുമെന്ന് യേശു നേരത്തെ തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക. ഞാൻ സഹിക്കും. അതിന് ബാക്കി പറയുന്നു, ഞാൻ തിരസ്കരിക്കപ്പെടും. അത് സഹിക്കുക, തിരസ്കരിക്കപ്പെടുക. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ അനേകർ അനുഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. സഹനമുണ്ട്, തിരസ്കരണങ്ങളുമുണ്ട്. അത് കുടുംബത്തിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, ബന്ധുക്കളിൽ നിന്നൊക്കെ ആവാം. സഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ. എത്രമാത്രം നന്മകൾ ചെയ്താലും തിരസ്കരിക്കപ്പെടുക, ഉപേക്ഷിക്കപ്പെടുക, അവഗണിക്കപ്പെടുക, ചവിട്ടപ്പെടുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 11-12, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെ പീഡിപ്പിക്കും, അവഹേളിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായിട്ട് അവർ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിന്ദിക്കപ്പെടുന്നവരും അപമാനിക്കപ്പെടുന്നവരും അവഹേളിക്കപ്പെടുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം യേശു ഈ വഴികളിലൂടെയൊക്കെ കടന്നു പോയതാണ്. അവഹേളിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും യേശുവിന് നിന്റെ വേദന മനസ്സിലാകും. നിന്റെ ഹൃദയം അനുഭവിക്കുന്ന മുറിവുകൾ യേശുവിന് മനസ്സിലാവും. കാരണം യേശു ആ മുറിവൊക്കെ ഏറ്റുവാങ്ങിയ വ്യക്തി തന്നെയാണ്. തിരസ്കരണത്തിൻ്റെ വേദന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുക. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും പിടിക്കപ്പെടുമ്പോൾ ഓടി ഒളിക്കുകയാണ്. ആ തിരസ്കരണത്തിൻ്റെ വേദന ഒരുപക്ഷെ കുടുംബാംഗങ്ങളിലൂടെയും ഒക്കെ യേശു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ബന്ധുക്കളിലൂടെയൊക്കെ. ആര്
യേശുവിൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർ സഹനങ്ങളിലൂടെ കടന്നുപോയേ മതിയാവത്തുള്ളൂ. യേശുവിൻ്റെ കൂടെയാണ് നീ മുന്നോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അവഹേളിക്കപ്പെടും, നീ പീഡിപ്പിക്കപ്പെടും, നിന്ദിക്കപ്പെടും, അപമാനമേൽക്കേണ്ടി വരും. അപ്പോൾ നീ ഭാഗ്യവാനാണ്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ചെയ്യാത്ത തെറ്റിന് പീഡ അനുഭവിക്കേണ്ടി വരുമ്പോൾ, അഭിമാനം നഷ്ടപ്പെടേണ്ടി വരുമ്പോൾ, നമ്മുടെ സൽപ്പേര് ഒക്കെ സമൂഹത്തിൽ നഷ്ടമാകുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാനായി യേശു പറയുന്നു. നമ്മുടെ അഭിമാനം ക്രിസ്തുവിലാണ്. ലോകം തരുന്ന ബഹുമതിയും പരിഗണനകളും ബഹുമാനമൊക്കെ അവയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ദൈവമാണ് നമ്മളെ മാനിക്കേണ്ടത്, ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത്. അവളെ സഹിക്കേണ്ടി വരും, തിരസ്കരിക്കപ്പെടേണ്ടി വരും. നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ സഹിക്കുമ്പോൾ, അപമാനം ഏറ്റുവാങ്ങുമ്പോൾ, സ്വർഗത്തിലെ പ്രതിഫലം, സ്വർഗത്തിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. പീഡനം ഏൽക്കേണ്ടി വരുമ്പോൾ, അപമാനം ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക് നോക്കണം. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ സ്വർഗത്തിലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും ഒരിക്കലും യേശുവിന് നമ്മളെ ഉപേക്ഷിക്കാനായിട്ടാവില്ല. നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ അവനുണ്ടാകും. നീ കരയുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാകും. നീ വീഴുമ്പോൾ നിന്നെ താങ്ങുവാൻ യേശു നിന്റെ കൂടെ ഉണ്ടാകും. സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ഈ സഹനം നിങ്ങളെ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുകയാണ്. അനേകം വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ സഹനം ചോദിച്ചു വാങ്ങുന്നവരായിരുന്നു. അങ്ങനെ ചോദിച്ച് സഹനങ്ങൾ വാങ്ങിയവർ അവരൊക്കെ വിശുദ്ധരായിട്ട് മാറി. നിഷ്കളങ്കരായിരുന്നവർ അനേകർ സഹിക്കേണ്ടി വന്നു. അങ്ങനെ സഹിച്ചവരൊക്കെ വിശുദ്ധരായിട്ട് മാറി. യേശു എന്തുകൊണ്ടാണ് ഈ സഹനം തിരഞ്ഞെടുത്തത്? സഹനത്തിൻ്റെ വഴിയാണ് ഏറ്റവും മെച്ചമായ വഴിയെന്ന് ദൈവപുത്രനായ യേശുവിന് അറിയാമായിരുന്നു. ഞാൻ സഹിക്കേണ്ടി വരും, ഞാൻ തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും. സഹിക്കേണ്ടി വരും, തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അവസാനം പീഡാസഹനത്തിൻ്റെ അവസാന മണിക്കൂറുകൾ യേശു കുരിശിലായിരുന്നു. അപമാനിതനായി മുറിവേറ്റ് കുരിശിൽ കിടക്കുകയാണ് യേശു. നമുക്കറിയാം, യേശുവിൻ്റെ കവളത്തടിക്കുന്നുണ്ട്, താടിരോമം വലിച്ചു പറിക്കുന്നുണ്ട്, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നുണ്ട്. കുരിശിൽ കിടക്കുമ്പോൾ പരിഹസിച്ച് പറയുക, നീ ദൈവത്തിനാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോഴൊന്നും യേശു പ്രതികരിക്കുന്നില്ല. സഹനത്തിൻ്റെ വേളകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി നൽകും. നിഷ്കളങ്കമായ സഹനത്തിനാണ് പ്രതിഫലമുള്ളത്. നമ്മൾ ചെയ്യാത്ത തെറ്റിന് സഹിക്കേണ്ടി വരുമ്പോൾ അത് നിഷ്കളങ്കമായ സഹനമാണ്. ആ സഹനം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായിട്ട് മാറുകയാണ്. ചെയ്യാത്ത തെറ്റിന് നീ അവഹേളിക്കപ്പെടുമ്പോൾ കർത്താവിന് നന്ദി പറയാൻ സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി, അഭിഷേകമുള്ളവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സഹനങ്ങളെ ഓർത്തൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സഹനങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ സഹനങ്ങളും ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് അനുവദിക്കുന്നത്. എല്ലാ സഹനങ്ങളിലൂടെയും വലിയ കൃപ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഹനങ്ങളെ ഓർത്ത് നന്ദി, സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഒരു ദുഃഖവെള്ളി കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദുഃഖത്തിൻ്റെ വെള്ളിയല്ല, അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വെള്ളിയായിട്ട് മാറി. യേശുവിൻ്റെ കുരിശിലെ മരണം അത് വിജയമായിരുന്നു. മാനവരാശിക്ക് രക്ഷ നൽകിയ വിജയം, സാത്താനെ തകർത്ത വിജയമായിരുന്നു. ദുഃഖവെള്ളി ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വെള്ളിയായിട്ട് യേശു ക്രിസ്തുവിലൂടെ മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ വെള്ളികൾ ഒത്തിരി കടന്നു പോയിട്ടുണ്ട്. അനേക നാളുകൾ വേദനയിൽ, ദുഃഖങ്ങളിൽ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അടുത്ത കാലം നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരു അമ്മ ക്യാൻസർ രോഗം ബാധിച്ച്, നട്ടലിൽ ക്യാൻസർ, ലങ്സിനൊക്കെ ക്യാൻസറാണ്. ക്യാൻസർ പടർന്നു പിടിച്ചു, 4th സ്റ്റേജിലാണ്. ആ അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മയുടെ ഒരു മകളും അമ്മയുടെ മകൻ്റെ ഭാര്യയും കൂടെയുണ്ട്. രണ്ടുപേരും കൂടിയാണ് ധ്യാനത്തിൽ കൊണ്ടുവന്നത്. അമ്മ കിടപ്പാണ്. ഞാൻ അമ്മയായിട്ട് അല്പസമയം സംസാരിച്ചു. 3-4 മാസം മുമ്പ് ഈ അമ്മ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കാണ്, അമ്മ പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനും എൻ്റെ ഭർത്താവും വലിയ സ്നേഹത്തിലായിരുന്നു ജീവിച്ചത്. വിവാഹം കഴിഞ്ഞു, 4 മക്കളുണ്ട്. ഒത്തിരിയേറെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമൊക്കെ കടന്നുപോയി. ഭർത്താവ് മരിച്ചുപോയി ഏതാനും വർഷം മുൻപ്. രോഗാവസ്ഥയിലാണ് ഭർത്താവ് മരിക്കുന്നത്. ആ അമ്മ പറയുകയാണ്, ഞാനിപ്പോൾ ക്യാൻസറൊക്കെ ബാധിച്ച് ഈ അവസ്ഥയിലായി. എനിക്ക് ഒരു സങ്കടവുമില്ല, നിരാശയില്ല. കാരണം ഈ സഹനങ്ങളും ഈ രോഗവും ഈ വേദനയൊക്കെ എല്ലാം യേശു അനുഗ്രഹമാക്കി മാറ്റും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടം വിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ ഇഷ്ടമാണ്, ഞാൻ ഒരുക്കമാണെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറയുന്നു, 4 മക്കളെ തന്നു. കൊച്ചുമക്കളുണ്ട്. മക്കളെല്ലാവരും നല്ലവരാണ്. കൊച്ചുമക്കൾ അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. നോക്കുക, എത്ര മനോഹരമാണ്. അമ്മ പറയുന്നു, ജീവിതത്തിന് നാളുകൾ ഒത്തിരി സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പരാതിയുമില്ല. എല്ലാം അത് ദൈവം നന്മയാക്കി മാറ്റിയ അനുഭവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. സങ്കടങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് ഒരു ഉയർപ്പ് യേശു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സഹനത്തിൻ്റെ അപ്പുറം ഒരു ഉയർപ്പുണ്ട്. ദുഃഖവെള്ളി കഴിഞ്ഞ് ഉറപ്പാണ് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. ഈ സങ്കടം മാറും. ഈ സങ്കടം സന്തോഷമായി, ആനന്ദമായി, ആഹ്ലാദമായിട്ട് മാറുന്ന സമയം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുകയാ. ഹല്ലേലൂയ. സന്തോഷം ആഹ്ലാദ തിമിർപ്പായിട്ട് മാറാൻ പോകുക. ദുഃഖങ്ങൾ മുഴുവൻ ആനന്ദിച്ച് ആർപ്പ് വിളിക്കേണ്ട സമയമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. നിശബ്ദമായിട്ട് പിതാവിൻ്റെ ഹിതപ്രകാരം സഹിച്ച യേശു. ലൂക്ക 9:23 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ പിൻചെല്ലുവാൻ, യേശുവിൻ്റെ പാതയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുദിനം നമ്മുടെ കുരിശെടുക്കണം. അനുദിനം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും നമ്മൾ സ്വീകരിക്കണം. കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്രൈസ്തവ ജീവിതം സഹനത്തിൻ്റെയും കുരിശിൻ്റെയും ജീവിതമാണ്. അതിൻ്റെ അപ്പുറം അവിടുന്ന് ഒരുക്കിത്തരുന്ന ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ സഹനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയുവാനും ആഹ്ലാദിക്കുവാനും ദൈവത്തെ
മഹത്വപ്പെടുത്തുവാനും കഴിയണം. കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ് രക്ഷയുടെ വഴിയെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. യേശു നടന്നുപോയതും ആ വഴികളിലൂടെ തന്നെയാണ്. സഭയിൽ ആരൊക്കെ വിശുദ്ധന്മാരും വിശുദ്ധകളുമായിട്ടുണ്ടോ അവരെല്ലാം സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയവരാ. സന്തോഷത്തോടെ സഹനത്തിൻ്റെ വഴികളിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുവോ അവരാണ് കർത്താവിന് പ്രിയപ്പെട്ടവർ. സഹനങ്ങളെയും കഷ്ടതകളെയും ഓർത്ത് നമ്മൾ ഒരിക്കലും ദൈവത്തെ പഴി പറയുവാൻ പാടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ സഹനങ്ങളെല്ലാം നമ്മുടെയും നമ്മുടെ മക്കളുടെയും തലമുറകളുടെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കൊക്കെ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റും എന്ന് നമ്മൾ തിരിച്ചറിയാം. സഹനങ്ങൾക്കപ്പുറം കർത്താവ് അനുഗ്രഹത്തിൻ്റെ വലിയ വലിയ നിധികൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. എന്നെ അനുഗമിക്കട്ടെ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിതം കൊടുക്കാം. നമ്മുടെ ജീവനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ അല്ല പ്രാധാന്യമുള്ളത്. ക്രിസ്തുവിനോട് ചേർന്ന് നടന്നാൽ നമ്മൾ പിടിക്കപ്പെടും, സഹിക്കേണ്ടി വരും, തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും. ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്. കൊളോസോസാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഗണനാപാത്രമാക്കി മാറ്റി. കുരിശിൽ യേശു വിജയം നേടുകയാണ്. കുരിശിലൂടെ, സഹനത്തിലൂടെ, വേദനകളിലൂടെ തിരസ്കരണം ഏറ്റുവാങ്ങി, അപമാനം ഏറ്റുവാങ്ങി, മുറിവേറ്റുവാങ്ങി, രക്തം വാർന്നൊഴുകി, ചവിട്ടപ്പെട്ട്, കുരിശിൽ പൂർണ്ണമായിട്ടും നഗ്നനാക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കൃതനായി കുരിശിൽ യേശു വിജയം നേടി. ഈ യേശുവിനെ നമുക്ക് ധ്യാനിക്കാം. സഹിച്ച യേശുവിനെ ധ്യാനിക്കാം. അവൻ്റെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. ക്രിസ്തുവിൻ്റെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയാതെ നമുക്ക് രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കത്തില്ല. സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം. ക്രിസ്തു കുരിശും ചുമന്ന് രക്തം വാർന്നൊഴുകി നടന്ന വഴി, ആ സഹനത്തിൻ്റെ വഴി, ആ വഴികളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. സഹിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അവർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കാണാൻ വേണ്ടി സ്വർഗം കാതോർക്കുകയാണ്. യേശുവിൻ്റെ മുറിവിനോട് നമ്മുടെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ആത്മാവിൽ ശക്തിപ്പെടുത്തട്ടെ. സഹനങ്ങൾ നമുക്ക് രക്ഷാകരമാക്കാം. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ചവരെ ശക്തിപ്പെടുത്തണമേ. രോഗം മൂലം ഒത്തിരി സഹിക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗികൾ, സോറിയാസിസ് രോഗികൾ, മാനസിക രോഗികൾ, അവരെയൊക്കെ അങ്ങ് സൗഖ്യമാക്കണമേ. ആസ്മ രോഗികൾ അലർജിയിലൂടെ സൗഖ്യമാക്കണമേ. സഹിച്ച് മടുത്തവരുടെ മനസ്സിന് ബലം നൽകണമേ. മടുപ്പിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. സഹനത്തിൽ ആത്മസന്തോഷം കണ്ടെത്തുവാൻ കർത്താവേ കൃപ കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാം. കഴിഞ്ഞ വർഷം ദൈവശബ്ദം കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു സഹോദരി ജിസ്മി എന്നാണ് ആ സഹോദരിയുടെ പേര്.
ഈ സഹോദരി 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൾ കഴിഞ്ഞ വർഷം ദൈവശബ്ദം കൺവെൻഷൻ നടക്കുമ്പോൾ വന്നു അല്ലേ, എൻ്റെ അടുക്കൽ വന്നു, പറഞ്ഞു മക്കളുണ്ടാകാൻ സാധ്യതയില്ലെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ചു, താമസിച്ചില്ല, കർത്താവ് അനുഗ്രഹിച്ചു. ഒന്ന് പറഞ്ഞു. ഇനി എൻ്റെ പേര് ജിസ്മി, ചെമ്പൂക്കാവാണ് വീട്. അപ്പോൾ എനിക്ക് കുട്ടികൾ വേഗം വേണമെന്നായിരുന്നു ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹം. പക്ഷെ ഉണ്ണി ഉണ്ടാവാണ്ടായപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് തൈറോയിഡ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ചാൻസ് കുറവാണ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സംശയാസ്പദമായിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് നവംബറിൽ ഇവിടെ ധ്യാനം കൂടിയപ്പോൾ സബ ബ്രദർ പറഞ്ഞത് കോട്ടയത്ത് വന്ന് ഒരാഴ്ച ധ്യാനം കൂടാനാണ്. അപ്പോൾ ഒരാഴ്ച ലീവ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര വിഷമമായിട്ട് തോന്നി. ഇനി എപ്പോഴാണ് ആ ഉണ്ണി ഉണ്ടാവുക, ദൈവം അനുഗ്രഹിക്കുമോ, അങ്ങനെയൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷേ ധ്യാനം കഴിഞ്ഞ് നവംബർ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ജൂലൈയിൽ ഉണ്ണിനെ പ്രസവിച്ചു. നല്ലൊരു ആൺകുട്ടിയല്ലേ? കുഞ്ഞിൻ്റെ പേരെന്താ? ജസ്വിൻ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. 3 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത് കർത്താവിൻ്റെ കരുണയാണ്. കരമടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു.